ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചുരിദാർ വെട്ടാനായിട്ട് എങ്ങനെയാണ് അളവെടുത്ത് വെട്ടുന്നതെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ചുരിദാറിൻ്റെ അളവെടുക്കുന്ന വിധം നിങ്ങൾക്ക് ഞാൻ ഡ്രസ് ഫോമിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കണം. പിന്നെ ഇതിൻ്റെ അളവെടുക്കുന്നത് ആദ്യം നമ്മൾ തുണിയെ നാലാക്കി മടക്കിയാണ് ഇടേണ്ടത്, ഇതേപോലെ തന്നെ. അപ്പോൾ ബോട്ടം റൗണ്ട് കണക്കാക്കി വേണം തുണി ഇടാൻ. കാരണം ബോട്ടം റൗണ്ട് കണക്കാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് തുണി കൂടുതൽ വേസ്റ്റ് ആവും, അതുകൊണ്ടാണ്. അപ്പൊ ബോട്ടം റൗണ്ട് കൂടുതലുള്ളവർക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഫുൾ ലെങ്ത് എടുക്കുകയാണ്. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് 45 45 അതിന്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 47 ഞാൻ ഫുൾ ലെങ്ത് എടുക്കുന്നത്, 47. പിന്നെ ബോട്ടം റൗണ്ട് എന്ന് പറയുന്നത് സീറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ കൂടെ 1 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാം. അതായത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം ബോട്ടം റൗണ്ട് അവരവരുടെ ഇഷ്ടത്തിനാണ് ബോട്ടം റൗണ്ട് എടുക്കുന്നത്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടീനേജിനാണെങ്കിൽ അവർക്ക് ബോട്ടം റൗണ്ട് വേണ്ട. പിന്നെ കുറെ വണ്ണമുള്ള ആളുകൾക്കാണെങ്കിൽ ബോട്ടം റൗണ്ട് വേണ്ടവരുണ്ട്. അതുകൊണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോ എടുത്തേക്കുന്ന സീറ്റ് എന്ന് പറയുന്ന 49 അപ്പൊ അതിന്റെ 49 ആകുമ്പോൾ അതിന്റെ 4/1 കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.25. അതിന്റെ കൂടെ 1/4 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. പിന്നെ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് വരുന്നത്. 13.5 പക്ഷെ ഈ ആളിന് 13.5 പോരാ, അയാൾക്ക് കൂടുതൽ ബോട്ടം റൗണ്ട് വേണം. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് 17 ഇഞ്ചാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് അപ്പർ വേസ്റ്റ് ലെങ്ത് ആണ്. അപ്പർ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്, അപ്പർ വേസ്റ്റ് ലെങ്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നോക്കുക, നമ്മുടെ അണ്ടർ ബ്രസ്റ്റ് ആണ് അപ്പർ വേസ്റ്റ് ലെങ്ത് ആയിട്ട് വരുന്നത്. ആ ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ്, 15. ഓക്കെ, നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത് നമുക്ക് വരുന്നത് 19.5. അപ്പൊ വേസ്റ്റ് ലെങ്ത് എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം അതേപോലെ തന്നെ നോക്കണം കേട്ടോ. 19.5. അടുത്തത് സ്ലിറ്റ് ലെങ്ത് ആണ്. എല്ലാം നമ്മൾ ഈ മോളിൽ നിന്ന് വെച്ചിട്ട് തന്നെയാണ്, നമ്മുടെ ആ ലെങ്ത് കണക്കാക്കി തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. അടുത്ത സ്ലിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 21.5. എന്നിട്ട് അപ്പൊ നമ്മൾ ഈ ലെങ്ത് എല്ലാം അടയാളപ്പെടുത്തി ഇട്ടു. ഇനി എല്ലാം വിഡ്ത്ത് ആണ് നമുക്ക് നോക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ഷോൾഡർ എടുക്കുന്ന വിധം ഒന്ന് പറഞ്ഞു തരാം. ഫുൾ ഷോൾഡർ, ഈ അളവിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. ഈ 16 ഇഞ്ച് ഷോൾഡർ നമ്മൾ ഫുൾ ആയിട്ട് എടുക്കില്ല. എടുക്കുന്നത് പല രീതിയിലാണ്. അതായത് ബാക്ക് നെക്ക് ഇറക്കുന്നില്ല എങ്കിൽ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കും, അതായത് 16ന്റെ പകുതി. ഞാനിപ്പോ എടുക്കുന്നത് ബാക്ക് നെക്ക് 3 ഇഞ്ചാണ്, അതുകൊണ്ട് ഞാൻ ഫുൾ ഷോൾഡർ ആണ് എടുക്കുന്നത്. ഇത് 16 ആയതുകൊണ്ട് ഷോൾഡർ 8 മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ അളവിനും വ്യത്യാസപ്പെടുത്തിയിട്ടാണ് വരുന്നത്. ഇപ്പൊ ബാക്ക് നെക്ക് 3 ഇഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫുൾ ഷോൾഡർ എടുക്കുന്നത്. അതിൽ കൂടുതൽ വന്നാൽ 1/2 ഇഞ്ച് വെച്ച് നമ്മൾ കുറയ്ക്കും. അത് ഞാൻ ഓരോന്ന് വെട്ടുമ്പോൾ പറഞ്ഞു തരാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മൾ ഫുൾ ഷോൾഡർ ആണ് എടുത്തു. ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ, അതായത് ബാക്ക് നെക്ക് ഇറക്കാതിരിക്കുമ്പോൾ, ബാക്ക് നെക്കിന് നമ്മൾ ലെങ്ത് എടുക്കുന്നില്ല എങ്കിൽ 3 ഇഞ്ച് ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെ 2 ഇഞ്ചാണ്, അല്ലെ 1 ഇഞ്ചാണ്, 1/2 ഇഞ്ചാണ്, ഇതൊക്കെ എടുക്കുമ്പോൾ 3.5 ആണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫുൾ ഷോൾഡർ എടുത്തു. അത് കഴിഞ്ഞ് ആം ഹോൾ റൗണ്ടും അതുപോലെ തന്നെയാണ് എടുക്കുന്നത്. അതായത് കൈക്കുഴി താഴ്ച എടുക്കുന്നത്. ഷോൾഡർ ഹാഫ് ആണ് എടുത്തിട്ടത്, ആ ഹാഫ് ഷോൾഡർ തന്നെ നമ്മൾ താഴേക്ക് എടുക്കും. അതും ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ചെസ്റ്റ് ആണ്. ഈ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് ചെസ്റ്റും ബെസ്റ്റും ഉണ്ട്, രണ്ടളവും നമ്മൾ എടുക്കണം. ഇതിന്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 41, ബെസ്റ്റ് 42. അപ്പൊ നമ്മൾ ഈ അളവെടുക്കുമ്പോൾ ചെസ്റ്റ് അളവിൽ മാത്രം എടുത്താൽ ഈ വണ്ണം കൂടുതലും ബെസ്റ്റ് സൈസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അളവെടുക്കാൻ. അപ്പോൾ നിങ്ങൾ അത് നോക്കി വേണം, നിങ്ങൾ അത് എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം അളവെടുക്കാൻ. ഇത് ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ അധികം വ്യത്യാസം ഇല്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് ബെസ്റ്റിന്റെ 42 ബെസ്റ്റ് വന്നേക്കുന്നത്. അതിന്റെ 4/1 കാണുക. അതായത് ബെസ്റ്റ് 42, അതിന്റെ 4/1 കാണുമ്പോൾ നമുക്ക് വരുന്ന 10.5. 10.5യുടെ കൂടെ 1/2 ഇഞ്ചാണ് നമുക്ക് ലൂസ് വരുന്നത്. ഈ 1/2 ഇഞ്ച് ലൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. 1/2 ഇഞ്ച് നമ്മൾ 4/1 മടക്കിയിട്ടേക്കാണ്. മടക്കിയിടുമ്പോഴാണ് നമുക്ക് 1/2 ഇഞ്ച് ലൂസ്. അത് 4 വശവും കൂടെ ആവുമ്പോൾ നമുക്ക് 2 ഇഞ്ച് ലൂസാണ് വരുന്നത് കേട്ടോ. അപ്പൊ 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഈ 1/2 ഇഞ്ചാണ് ലൂസ് ഇട്ട് കൊടുത്തു. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ലെങ്ത് എടുത്തല്ലോ,
അപ്പർ വേസ്റ്റ് ലെങ്ത് 15 എടുത്തു. അവിടുത്തെ റൗണ്ട് നമുക്ക് കൊടുക്കാം. അവിടുത്തെ റൗണ്ട് എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അതിന്റെ 4 കണ്ടപ്പോൾ നമുക്ക് 8.75 കിട്ടുന്നത്. ഈ 8.75 കൂടെയും 8.75 ഓക്കെ 8.75 എടുത്തു. അതിന്റെ കൂടെയും നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൊടുത്തു. ഓക്കെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇനി നെക്സ്റ്റ് അടുത്തത് വരുന്നത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണ്. അതായത് നമ്മളുടെ പൊക്കിളിന്റെ അവിടുത്തെ റൗണ്ട് ആണ്. അതായത് അമ്മമാർക്കൊക്കെ ആണെങ്കിലും വയറുണ്ടാവും. അപ്പൊ ഈ വയറ് കൂടുതൽ വരുമ്പോൾ നമുക്ക് അവിടുത്തെ അളവ് എടുത്തേ പറ്റൂ കേട്ടോ. അതല്ല വളരെ ലൂസാക്കി ഇടുന്നവർക്കാണ് പ്രശ്നമില്ല. അല്ലെങ്കിൽ അവിടെ നമുക്ക് ചെസ്റ്റിനെക്കാട്ടിലൊക്കെ അവിടെ കൂടുതലായിരിക്കും വണ്ണം. ചിലപ്പോൾ ചിലർക്ക് സീറ്റിനെക്കാട്ടിൽ വയറായിരിക്കും കൂടുതലുള്ളത്. അപ്പൊ അത് നമുക്ക് അത് മനസ്സിലാക്കി വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 19.5 അവിടുത്തെ റൗണ്ട് വരുന്നത് 44. അപ്പൊ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 വരുന്നത്. പ്ലസ് 1/2 ഇഞ്ച് നമ്മുടെ ലൂസാണ്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. 11 എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിന്റെ 4. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അരയല്ല, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ അടുത്തത് സ്ലിറ്റ് ലെങ്ത് ആണ്. ഇതെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ എടുക്കുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ. സ്ലിറ്റ് ലെങ്ത് എടുത്തു 21.5 അവിടുത്തെ റൗണ്ട് എന്ന് പറയുന്നത് 49 തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ 4 എന്ന് പറയുമ്പോൾ 12.25. ഇതിന്റെ കൂടെ നമുക്ക് 1/4 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി കേട്ടോ. 12.25 കൂടെ 1/4 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി. കാലൊക്കെ എടുക്കാൻ അറിയാമല്ലോ, ഇത്രേ വരുള്ളൂ കേട്ടോ. 1/4 ഇഞ്ച് നമുക്ക് അധികം ലൂസ് വേണ്ട. പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മതി, നമുക്ക് അധികം തയ്യൽ തുമ്പും വേണ്ട. ഓക്കെ ഇനി ഇതെല്ലാം വരച്ചിട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അതുകൊണ്ട് ഞാനത് വരച്ചിടുകയാണ്. നമ്മൾ ബോട്ടം റൗണ്ടും എടുത്തിട്ട് ഈ അളവുകളെല്ലാം മനസ്സിലായി കാണുമല്ലോ. എങ്ങനെ എടുത്തതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ ഫുൾ ലെങ്ത് എടുത്തു, ബോട്ടം റൗണ്ട് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ചെസ്റ്റ് എടുത്തു, ചെസ്റ്റിന്റെ റൗണ്ട് എടുത്തു. അപ്പർ വേസ്റ്റ് ലെങ്ത് എടുത്തു, അതിന്റെ റൗണ്ട് എടുത്തു. വേസ്റ്റ് ലെങ്ത് എടുത്തു, വേസ്റ്റ് ലെങ്ത്തിന്റെ റൗണ്ട് എടുത്തു. സ്ലിറ്റ് ലെങ്ത് എടുത്തു, സ്ലിറ്റ് ലെങ്തിന്റെ റൗണ്ട് എടുത്തു. പിന്നെ നമുക്ക് സീറ്റ് എന്ന് പറയുന്നത് ബോട്ടത്തിലാണ് പോകുന്നത്. ഈ അളവുകളിൽ കൂടുതൽ നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ മിസ്സി അര കൂട്ടിയ അതിൽ കൂടുതൽ കൂട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയുമാണ്. ഇത് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇല്ലെങ്കിൽ താഴെ വന്നിങ്ങനെ തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് താഴെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ കഴുത്തകലം ഞാൻ എടുക്കുന്നത് 8 ഇഞ്ച് ഷോൾഡർ ആയതുകൊണ്ട് 3.5 നമ്മൾ സ്റ്റിഫേലാണ് വെട്ടുന്നത്. ഇതിൽ വെട്ടി കൊടുക്കൂല. എന്നാലും ഞാൻ ഇതിൽ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ബാക്ക് എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച് സ്റ്റിഫേലാണ് വെട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ വരച്ചിടുകയാണ്. ഇത് ബാക്ക്. ഫ്രണ്ട് നമ്മൾ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അത് നിങ്ങളുടെ കഴുത്തിന്റെ ഷേപ്പോ എങ്ങനായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. ഓക്കെ നെക്ക് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് കൈക്കുഴി താഴ്ചയാണ്. ഇനി കൈക്കുഴി വരയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 3/4 ഇഞ്ച് തോൾ ചരിവ് എടുക്കണം കേട്ടോ. ഷോൾഡർ സ്ലോപ്പ് തോൾ ചരിവ് എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. അത് നിങ്ങൾ 3/4 ഇഞ്ച് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് ആം ഹോള് വരയ്ക്കുന്നത്, അതായത് ബാക്ക് കൈക്കുഴി വരയ്ക്കുന്നത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഫ്രഞ്ച് കർവിൽ വരയ്ക്കാം. പിന്നെ അല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ വരച്ചു പോവുക ബാക്ക്. ഈ ബാക്ക് ഷോൾഡർ വിരിവുള്ളവരാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് വരയ്ക്കാൻ. ആ ബാക്ക് വിട്ടെടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഫ്രണ്ട് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, നമ്മൾ 3/4 ഇഞ്ച് അവിടെ ഷോൾഡർ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞത് എത്ര ഉണ്ടെന്ന് നോക്കുക. ഓക്കെ 7.25 വന്നേക്കുന്നത്. 7.25 പകുതി. 7.25 പകുതി എന്ന് പറയുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നും. അത് നമ്മൾ അതിന്റെ സെന്റർ കാണുക. ഓക്കെ 7.25 എടുത്തിട്ട് അതിന്റെ സെന്റർ കാണുക. സെന്ററിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ
3/4 ഇഞ്ച് വരച്ചിട്ട് ഇവിടുന്ന് കണ്ട വരച്ച് ഇങ്ങനെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമ്മൾ ബാക്കിൽ 3 ഇഞ്ച് എടുത്തത് കൊണ്ടാണ് ഫ്രണ്ട് ആം ഹോൾ ഇങ്ങനെ വന്നത്. 2 ഇഞ്ച് എടുത്താൽ ഇങ്ങനെ വരും. അതേസമയം 4, 5 എടുത്താൽ ചെറുതായിട്ടേ കുഴിക്കുള്ളൂ, ഇത്രയും ഇതായിട്ട് കുഴിച്ചു വരില്ല. അതുപോലെ തന്നെ ഷോൾഡറിലും എടുക്കുമ്പോഴും വ്യത്യാസം വരും കേട്ടോ. ഷോൾഡർ എങ്ങനെ, അതിന്റെ വ്യത്യാസം അത് ഓരോ നമ്മുടെ ബാക്ക് ഇറക്കുന്നതനുസരിച്ച് അതിൽ വ്യത്യാസം വരും. ഇതിൽ ഞാൻ എല്ലാം ഒന്നും പറഞ്ഞു തരുന്നില്ല, ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. പിന്നെ ഇനി സ്ലീവ് കട്ടിംഗ് ആണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്കിനി സ്ലീവ് കട്ടിംഗ് എങ്ങനെയാന്ന് നോക്കാം. സ്ലീവ് നമ്മൾ എടുക്കുമ്പോൾ സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ എടുക്കുന്ന അളവ് 19 ഇഞ്ചാണ് കേട്ടോ സ്ലീവ് ലെങ്ത്. അപ്പൊ നമുക്ക് 19 ഇഞ്ചിന്റെ കൂടെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി, താഴെ മടക്കാൻ വേണ്ടി കൊടുക്കുക, 2 ഇഞ്ച് കൂടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന്റെ വണ്ണമാണ് എടുക്കുന്നത്, അതായത് കൈയുടെ ആം ഹോളിന്റെ വണ്ണം. അത് നമ്മൾ എങ്ങനെയാ എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ചെസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ഇതിൽ ചെസ്റ്റ് 41 ഈ ചെസ്റ്റിന്റെ 1/6 കാണുക. 1/6, ചെസ്റ്റിന്റെ 1/6 കാണുക. 1/6 കാണുമ്പോൾ നമുക്ക് വരുന്നത് 6.75 കേട്ടോ. 6.75. അപ്പൊ ചെസ്റ്റിന്റെ 1/6 കാണുമ്പോൾ നമുക്ക് വരുന്നത് 6.75. 6.75 6.5 അതിന്റെ കൂടെ നമ്മളൊരു 3 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. തയ്യൽ തുമ്പും എല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ ഈ കണക്ക് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് 9.75. 9.75. ഓക്കെ, അപ്പൊ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് പറയുന്നത്. 9.75 എടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു താഴ്ചയുണ്ട്. ആ താഴ്ച നമ്മൾ എടുക്കുന്നത് ചെസ്റ്റിന്റെ 8/1 കാണുക. ചെസ്റ്റിന്റെ 8/1 എന്ന് പറയുമ്പോൾ ഇത് 41 വന്നേക്കുന്നത്. 41 വന്നേക്കുന്നത്. അപ്പോ നമ്മള് 41ന്റെ 8/1 കാണുക. 8/1 കാണുമ്പോൾ നമുക്ക് 8×40, പിന്നെ ഒരു 1/4 ഇഞ്ച് കൂടെ വരും. 1/4 വരില്ല, പോയിന്റേ വരുള്ളൂ. അപ്പൊ നമുക്ക് 5 എടുത്താൽ മതി. ആ 5ൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പൊ നമുക്ക് വരുന്നത് 4.5 കേട്ടോ. അപ്പോ ഇവിടുത്തെ ഈ താഴ്ച നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ചെസ്റ്റ്, കറക്റ്റ് ചെസ്റ്റ് എന്ന് പറയുന്നത് 41. ഇവിടെ ഇപ്പൊ ഈ അളവില്, അല്ല നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതെടുക്കുക. അതിൽ നിന്ന് അതിന്റെ 8/1 കാണുക. അതിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക. അതാണ് ഈ അളവ്. എനിക്ക് കിട്ടിയത് 4.5. ഞാൻ 4.5 മാർക്ക് ചെയ്തു. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ തയ്യലിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ചുമ്മാതെ ഇങ്ങനെ നേരെ, ഇത് നിങ്ങൾ വരച്ച് വരുമ്പോൾ സ്ലീവ് പെട്ടെന്ന് പഠിച്ചോളും കേട്ടോ. എന്നിട്ട് ഇതിനെ വീണ്ടും 3 ഡിവൈഡ് ചെയ്യുക. ഇതിപ്പോ ഒരു പോയിന്റ് ആണ്. 3 ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ വന്നേക്കുന്ന അളവ് 9 ഇഞ്ചാണ് ഇല്ലേ. 9 ഇഞ്ച് വരുമ്പോൾ 3, 6. ഓക്കെ, 3 ഡിവൈഡ് ചെയ്തു. ഇവിടുന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് താഴേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിനെ കണ്ട, ഇവിടെ നേരെ ചേർന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ, ചേർന്ന് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ബാക്ക്, ഇത് ഫ്രണ്ട് കൈക്കുഴിയാണ്. ബാക്ക് കൈക്കുഴി നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ട ഇങ്ങോട്ട് വരും. അപ്പം എല്ലാം ചേരുന്ന ഇവിടെ, അതാണ് ഞാൻ 1.5 ഇഞ്ച് ഇവിടോട്ട് മാറ്റിയിട്ട്, അതായത് നമുക്ക് ഇത് തയ്ച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആം ഹോൾ എടുക്കാം. നമ്മുടെ ആം ഹോൾ എത്രയാണ് അത് നോക്കി നമുക്ക് അളവ് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടോട്ട് വരച്ചാലും മതി. ഇത് മനസ്സിലായല്ലോ. ഇവിടുന്ന് നമ്മൾ മുകളിലേക്കും എടുത്തു. ഇത് ബാക്കും, ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ഇങ്ങോട്ട് പോയതും ഫ്രണ്ടുമാണ്. ഓക്കെ,
ഇനി അതിനുശേഷം നമ്മൾ കൈയുടെ താഴത്തെ റൗണ്ട് വന്നേക്കുന്നത് 10 ഇഞ്ചാണ്. 10 എന്ന് പറയുമ്പോൾ 5 വരുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടുക, അല്ല 1.5 2 കൂട്ടുക, കൂട്ടിയിട്ട് വരച്ചു. ഓക്കെ, ഇതാണ് സ്ലീവ്. സ്ലീവ് ഈ ഒരു സ്റ്റൈലല്ല, നമുക്ക് പല സ്റ്റൈലിൽ സ്ലീവ് എടുക്കാം കേട്ടോ. പല വിധത്തിൽ നമുക്ക് സ്ലീവ് എടുക്കാം. ഈ ഒരളവ് മാത്രമല്ല സ്ലീവ് എടുക്കുന്നത്, പല രീതിയിലുണ്ട്. അതെല്ലാം നമ്മൾ ഓരോന്ന് പറയുമ്പോൾ ഓരോ രീതിയിൽ പഠിപ്പിച്ചു തരാം. ഇതിപ്പോ ഇത് പഠിക്കുക. മനസ്സിലായി കാണുമല്ലോ സ്ലീവ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, സ്ലീവ് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. സംശയമുള്ളവർ ചോദിക്കുക. പിന്നെ ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.